ഭയങ്കര വീക്കാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവിടെ ബഹ്റിനിലൊക്കെ അവൻ ഹോട്ടൽ തുടങ്ങിയത് തന്നെ ഈ കാര്യത്തിന് വേണ്ടിയാണ്. സൗദിയിൽ ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ അതിന്റെ വലിയ ആളായിരുന്നു. ഒരിക്കലും എന്നെ കൊണ്ട് ദുബായ് കൊണ്ടുവന്ന അവന്റെ നമ്മുടെ സപ്ലൈസിനൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വന്നപ്പം ഫ്ലൈറ്റ് ബഹ്റിനിലാണ് ബഹ്റിലോട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ ഹോട്ടലിൽ എന്നോട് നമുക്കിന്ന് ഹോട്ടലിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ ആരാണ്ട് ഫോൺ ചെയ്തൊരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 3-4 പെമ്പിള്ളേരിങ്ങ് വന്നു. ഞാനവിടെ സോഫയിൽ ഇരിക്കുകയാണ്. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സോഷ്യലാക്കണം എന്നെ. ഞാൻ പറഞ്ഞ് വിജയ എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം. കോട്ടയം ഇരട്ട കൊലപാതകം അറിയാലോ അല്ലെ? വിജയകുമാർ എന്ന് പറയുന്ന ബിസിനസ് മാൻ, അയാൾ എങ്ങനെയാണ് പണമുണ്ടാക്കിയത് എന്ന് ചതിക്കപ്പെട്ടിട്ട് കുറെ പൈസ നഷ്ടപ്പെട്ട് ജയിലിലും കിടന്ന വർഗീസ് ചേട്ടൻ പറഞ്ഞ കുറച്ച് വാക്കുകളൊന്ന് കേൾക്കാം. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ആളിത് മരണപ്പെട്ടതിന് ശേഷം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആളതിനുള്ള ന്യായീകരണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് വന്നാൽ എന്താന്നുള്ളതാ. അതായത് ജയിലിൽ 2-2.5 വർഷം കിടക്കുന്നു. ഏകദേശം 80 ലക്ഷം രൂപയോളം ആളുടെ കയ്യിൽ നിന്നും വിജയകുമാർ പറ്റിച്ചിട്ട് കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ളതാ. അതായത് ഒരു ബിസിനസ് സ്ഥാപനം തലയിലേക്ക് കെട്ടി വെച്ച് കൊടുത്തിട്ട് പറ്റിച്ചു എന്നാ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. എന്താണ് വിജയകുമാർ, എങ്ങനെയാണ് വിജയകുമാർ പൈസ ഉണ്ടാക്കിയെന്നിപ്പോ വലിയ സംശയങ്ങളായിട്ട് നിൽക്കുകയാണല്ലോ. ഒന്ന് കേട്ടോക്കാം. സൗദിയിൽ നിന്ന് വിളിക്കുന്ന എന്റെ പേര് വർഗീസ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. യഥാർത്ഥ പേര് ഗ്രിഗോറിയോസ് വർഗീസ് എന്നാണ്. ഈ വിജയന്റെ വാർത്തകൾ ഇപ്പം ഞാനൊരു മുഹമ്മദ് അലി പറഞ്ഞത് ഞാൻ കേട്ട് ഇങ്ങനെ ഇരിക്കുക, പിന്നെ ജോർജ് പറഞ്ഞത് ഞാൻ കേട്ടു. ഈ വിജയൻ അവിടുന്ന് പോരാൻ കാര്യം എന്നാന്ന് വെച്ചാൽ അവസാനം എന്നെ ഒരു മുടിപ്പിച്ചിട്ടാ പോയത്. അയ്യോ, ഞാനാണ് അവന്റെ അവസാനം എത്തുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ച 5 ലക്ഷം റിയാൽ. 5 ലക്ഷം റിയാലിന് എനിക്കപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ലോ പ്രൊഫൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒരു ബാംഗ്ലൂർ വന്നിട്ട് പറഞ്ഞ അച്ചായ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, നമുക്കൊരു ഇച്ചിരി വലിയതാകണ്ടേ എന്നൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ പോയി നോക്കി. സ്റ്റോർ നിറച്ച് സാധനം. കാരണം ഇവൻ തുടങ്ങിയ കാലം മുതലുള്ള സാധനങ്ങൾ, പോകാത്ത സാധനങ്ങൾ, ഈ സ്മഗിൾ ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇത് എവിടെയായിരുന്നു ഷോപ്പ്? ദമാമില്. ഫാഹിദ് അൽ ബീവി എന്നായിരുന്നു സ്പോൺസറിന്റെ പേര്. കമ്പനിയുടെ പേര് സഫയർ ട്രേഡിങ്. അവസാനം ഞാൻ പോയി നോക്കി. ഞാനും എന്റെ ചേട്ടന്റെ മക്കളും ഞങ്ങളെല്ലാരും കൂടെ പോയി നോക്കി. അപ്പൊ എല്ലാം കാർട്ടൂൺ കണക്കിന് അടുക്കി വെച്ചിരിക്കുക. അപ്പൊ എന്നെ കമ്പ്യൂട്ടറെ കാണിച്ചിട്ട് പറഞ്ഞത് 1 മില്യന്റെ സാധനമുണ്ട്, എനിക്ക് 5 ലക്ഷം റിയാൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാന് 2.5 ലക്ഷം റിയാൽ ഒരു പരുവത്തിന് ഒപ്പിച്ചു കൊടുത്തൊരു അഡ്വാൻസ്. അപ്പൊ അഡ്വാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബഹ്റിനിൽ ഹോട്ടൽ തുടങ്ങി. അപ്പൊ 2008 കേട്ടോ. ഞാനല്ല, അവൻ വിജയൻ ഹോട്ടൽ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൈസ വേണം, അർജന്റാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഈ മാംഗ്ലൂരും പറഞ്ഞു അച്ഛാ അത് കൈവിട്ടു പോയ ഒരു ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു 8-10 വണ്ടി, കുറെ ആൾക്കാരൊക്കെ ഇവനെ അങ്ങ് കൊല്ലാൻ നടക്കുന്നവരാ. അതൊക്കെ അവസാനം അങ്ങനെ അറിയുന്നത്. കാരണം കൈ കിട്ടിയാലേ. ഈ പറഞ്ഞവരൊക്കെ എനിക്കറിയാം. ഇവരൊക്കെ എന്റെ കൂടെ വന്നവരെ, എന്റെ സ്റ്റാഫായിട്ട് അവസാനം നിന്നവരാ. അവസാനം ഇവർ ഞാൻ 2.5 ലക്ഷം റിയാൽ ഞാൻ ഒപ്പിച്ചു കൊടുത്തു. 2.5 ലക്ഷം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഒരു റിയാലിന് 22 റിയാൽ, 22 റുപ്പീസ് ഉണ്ട്. അന്നൊരു 18-16 റിയാൽ, 18-16 രൂപ വരുമായിരുന്നു. ഞാനും എന്റെ വൈഫും ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നു. ഞാനിതൊന്നും പറയണ്ട, ആരെയും അറിയിക്കണം. ഞാൻ ഇവൻ മരിക്കുന്നതിന്റെ അന്ന് ഞാൻ കോട്ടയത്തുണ്ട്. ഞാൻ ഇവന്റെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് ഒരു വണ്ടിയുടെ ടയർ മാറിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ആ ടയർ കടക്കാരനോട് ചോദിച്ചു, ഈ വിജയൻ ഇത് വിറ്റിട്ട് പോയോ അതോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്ട് ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ 2.5 ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞ് ബഹ്റിനിൽ ഹോട്ടൽ തുടങ്ങി. എല്ലാം കൊണ്ടുപോയി അവിടെ. എന്നെ കൊണ്ടുപോയി ദുബായിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ആൾക്കാരെ സപ്ലൈസിനെ എല്ലാം പരിചയപ്പെടുത്തി. അപ്പൊ ഇത് ഒരു വിധത്തിൽ മുമ്പോട്ട് പോകത്തില്ല. ഇത് വെച്ച് തലയൊഴിയാൻ വേണ്ടിയാണ് നമ്മളെ പിടിച്ചത്. കറക്റ്റ്. ഇതിനല്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോവുക. അപ്പൊ സ്പോൺസറും പറഞ്ഞു കുഴപ്പമില്ല, നീ എടുക്ക എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഈ മാംഗ്ലൂരിയാണ് ഇതിനകത്തുണ്ടായിരുന്ന മെയിൻ ആള്. അവൻ പറഞ്ഞു ഇത് എടുക്കുക 2.5 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവന്റെ കക്ഷത്തിലായി പോയി എന്റെ വില. അവൻ പറഞ്ഞു ഇല്ല, ബാക്കിയും കൂടെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ നാളെ ഇത് വേറെ കച്ചവടമാക്കും. ഞാൻ വെപ്രാളം പിടിച്ച് പലിശക്കാരിൽ നിന്ന് പൈസയും വാങ്ങിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു 2-3 കക്ഷികളുടേതായിട്ട് ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ച് അവിടെ കൂടുതലെല്ലാം കടം വാങ്ങിച്ച് ഇവന് ബാക്കി പൈസയും കൂടെ കൊടുത്ത് ഇവനെ പൈസ വാങ്ങിച്ചുകൊണ്ട് നേരെ ബഹ്റിനിൽ പോയി. അവൻ ഹോട്ടലിൽ തുടങ്ങി. മരിച്ചുപോയി നമ്മളിനി പറയുന്നത് ശരിയല്ലേ. എനിക്ക് അവനെ കുറിച്ച് പരാതിയൊന്നുമില്ല. അത് ശരി. എത്ര ലക്ഷം ഉറുപ്പിനെ പറ്റിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം കൊടുത്തത് 2.5 ലക്ഷം റിയാല്, മൊത്തം 5 ലക്ഷം റിയാല് കൊടുക്കുന്നതാണ്. അപ്പൊ 5 ലക്ഷം ഇൻറ്റു അന്നത്തെ റിയാല് 16 രൂപ, അതായത് ഏകദേശം 80
ലക്ഷം രൂപ ഇന്ത്യൻ മണി ആളെ പറ്റിച്ചിട്ട് ആൾക്ക് പരാതിയില്ല പോലും. പരാതിയില്ലെങ്കിൽ ചേട്ടായി പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്? ആളെന്തായാലും മരണപ്പെട്ടു പോയി. അയാളുടെ മരണത്തിന്റെ ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആളുകൾ അതിനെ കുറിച്ചിട്ട് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളുകളെ ചെറിയ രീതിയിൽ പറ്റിക്കും. ഗൾഫിലൊക്കെ പോയിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, പറ്റിപ്പിന്റെ അങ്ങേയറ്റം നടത്താതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉദാഹരണങ്ങൾ നമ്മുടെ നാടുകളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ തന്നെ കഴിയും. മദ്യം വിറ്റിട്ടും മറ്റ് സാധനങ്ങൾ വിറ്റിട്ടും. ഈ വിജയകുമാർ പറഞ്ഞ ആൾ എന്തൊക്കെ വിറ്റെന്നാ പറഞ്ഞുള്ളത്? സിഗരറ്റ്, പാൻ മസാല. സൗദി പോലൊരു രാജ്യത്ത് അയാൾ എന്തൊക്കെയോ വിറ്റിട്ടാണ് അങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അയാളുടെ മിടുക്കാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇങ്ങോട്ട് ചിലപ്പോൾ നേരിട്ട് NRI വഴി എത്തിച്ചതാകാം, അല്ലെങ്കിൽ ഹവാല ഇടപാട് മൂലം ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ആളുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് പൈസ വാങ്ങിയിട്ട് ബഹറിലേക്ക് പോയി. നാട്ടിൽ പോകാന്ന് പറഞ്ഞു. ബഹറിൽ പോയിട്ട് അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി എന്ന് പറയുന്നത്. എന്തായാലും ആള് കൊള്ളാം, നോക്കാം. അവസാനം ഞാൻ ഇവന് പൈസ വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ കേസ് കൊടുത്തു. ഇതാണ് എന്റെ മെയിൻ പോയിന്റ്. ഞാൻ 13 മാസം സൗദി അറേബ്യ ജയിലിലായിരുന്നു ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം. ഇത്ര വർഷം ജയിലിൽ കിടന്നിട്ടാ. ആ ജയിലിൽ കിടന്നിട്ട് ആൾക്ക് ഇയാളായിട്ട് യാതൊരു, വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് വിദ്വേഷമൊന്നുമില്ല. പിന്നെ ഇത് വെറുതെ തമാശക്ക് പറഞ്ഞ വീഡിയോ. കൊള്ളാം. പ്രോഡക്റ്റ് എന്താ? എല്ലാം വെറും എക്സ്പയറി ഡേറ്റ് വിൽക്കാൻ കൊള്ളാത്തതായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? കംപ്ലീറ്റ് എക്സ്പയറി. കാരണം ഓരോ കാർട്ടൂൺ ഇങ്ങോട്ട് എടുത്ത് അകത്തകത്ത് പോകും തോറും പൊടിയാ. ഇത് ഇരുന്ന് ഇവിടുത്തെ ചൂടല്ലേ. എന്ത് പ്രോഡക്റ്റ് ആയിരുന്നു എല്ലാം? ഇത് ഈ കോസ്മെറ്റിക്സ് ഉണ്ടായിരുന്നു. ഇവൻ ദുബായിൽ നിന്ന് സ്മഗ്ലിംഗ് വഴി സാധനം കൊണ്ടുവരുമായിരുന്നു. എന്നോടും പറഞ്ഞ് ആ ചാനലുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ മുഹമ്മദ് അലി പറഞ്ഞ പോലെ തന്നെ എക്സ്പയർ ആയ ഫിഷുകളും എന്ത് എക്സ്പയർ സാധനം കിട്ടിയാലും പുള്ളി വാങ്ങിച്ചങ്ങ് വെക്കും. അവസാനം അതെല്ലാം കൂടെ 5 ലക്ഷം റിയാലിന് എന്റെ തലയെ വെച്ചിട്ട് പോയി. നമ്മൾ ഇത് എക്സ്പയറി പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെയല്ലേ നമ്മളും മേടിച്ചത്? അല്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ പ്രകാശ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു തിരുവനന്തപുരംകാരൻ, ഒരു മധു ഉണ്ട്. ഇത്ര പ്രായം ചെന്നാളെ. അന്നേരം ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല, ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, ഇതിപ്പോ പോകുന്നതുകൊണ്ട് വിറ്റൊഴിഞ്ഞങ്ങ് പോവുകയാണെന്ന് പറഞ്ഞാണോ വിശ്വസിപ്പിച്ചത്? നല്ല സാധനങ്ങൾ, ഇത് ഭയങ്കര ലാഭത്തില് 1 മില്യൺ റിയാലിന്റെ സാധനങ്ങൾ. ശരി, 1 മില്യൺ റിയാൽ അവന്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. അതിന് 1 മില്യൺ പോയിട്ട് 50,000 റിയാലിന്റെ സാധനം അതിനകത്തില്ല. ആകപ്പാട് എനിക്ക് കിട്ടിയത് ഒരു പഴകിയ 3 ട്രക്ക്, 3 ഡയാന, ചെറിയ നമ്മുടെ നാട്ടിലുള്ള വണ്ടിയുണ്ടല്ലോ, അതും പിന്നെ അവന്റെ ഒരു ഹോണ്ട വണ്ടി ഉണ്ടായിരുന്നു, അതും തന്നെ. ആ ഹോണ്ട വണ്ടിയൊക്കെ 2 ആഴ്ച പോലും എനിക്ക് ഓടിക്കാനോ അല്ലെ ഉപയോഗിക്കാനോ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ അത് സ്ക്രാപ്പായി പോയി. അവന്റെ ആൾക്കാരും അതേപോലെ സ്ക്രാപ്പായ കുറെ സെയിൽസ്മാന്മാരെ എനിക്ക് തന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഈ കൈ കിട്ടിയ പൈസ എല്ലാം അവരവർ പോക്കറ്റിലിട്ട് ഈ മുഹമ്മദ് അലി പറഞ്ഞ പോലെ ദൂരെ പോകുന്നത്. ഒരു സെയിൽസ്മാൻ വണ്ടിയായിട്ട് പോയാൽ അവൻ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞ് 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞ് അവർ തിരിച്ചു വരത്തുള്ളൂ. ഇക്ബാൽ ഉണ്ടായിരുന്നു, പാലക്കാട്ടുകാരനെ. പിന്നെ ഒരു അനസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാം ഉണ്ടായിരുന്നു. സാം തിരുവല്ലക്കാരനാണ്. പുള്ളിക്കാരനെ എന്റെ അടുത്ത് ആയി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി ആത്മഹത്യ ചെയ്തു, മരിച്ചുപോയി. ഇങ്ങനെ എന്നെ ഏറ്റവും അവസാനം എനിക്കിട്ട് തന്ന എന്നെ നടുക്കടലിൽ എന്നെ കൊണ്ട് തള്ളിയിട്ടിട്ട് ആ പുള്ളിക്കാരൻ പോയത്. ഞാനിതൊന്നും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്നാലും ഇതൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ പിന്നെ ഇവരാർക്കാ കൊടുത്തത്, അവസാനം എന്തായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു സുനില്. അപ്പം അവർക്കാർക്കും അത് അറിയത്തില്ല. അവർക്ക് പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ. വിജയകുമാർ സത്യം പറയട്ടെ, വർഗീസിനെ തിരിക്കി പറ്റിച്ച്. പക്ഷെ വർഗീസ് എന്തിനാ ഞാൻ എന്നെ പറ്റിച്ചോ പറഞ്ഞ് പോയത് എന്നുള്ളതാ. അവർ പോയിട്ട് ഗോഡൌൺ കണ്ടിട്ടുണ്ട്. ഗോഡൌണിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാമായിരുന്നില്ലേ? ആളെന്തായാലും ആ പൈസ കൈക്കളുടെ ബിസിനസ്മാൻമാരങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് അടിയന്തരമായിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോകാണ്ട്, ഇതൊക്കെ ഇപ്പൊ വിറ്റാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ ടൈറ്റാക്കി നിർത്തിയിട്ട് ആ സാധനം വിൽപ്പിച്ച് അവർ വേറെ സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കും. അതങ്ങനെയാണ്. വിജയകുമാർ ചെയ്തത് ഒരു വലിയ ബിസിനസ്സാണ്, ഒരു ചതി തന്നെയാണ്. പക്ഷെ മിക്കവാറും ബിസിനസ്സുകളും ചതികളൊക്കെ തന്നെയാണ്. ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പോകുന്നതിൽ കുറെ ആളുകളും ഇത്തരം ചതികളിൽ പെടാറുണ്ട്, ഇത്ര ചതികൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. വർഗീസ് ചേട്ടൻ ശരിക്കും എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ പോയി പെട്ടതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനും വന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളെ ജയിലിലിട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിദ്വേഷമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു, എന്നിട്ട് അത് ഇവിടെ വന്ന് ഇപ്പൊ വിളമ്പുകയും ചെയ്യുന്നു. ആള് മരിച്ചു, ആളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, ആളുടെ ഭാര്യ മരിച്ച ദുരൂഹതയുണ്ട്, മകൻ മരിച്ച ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഓരോ ആളുകൾ രംഗത്തും വരുന്നുണ്ട്. ഓക്കെ, പൈസ ഉണ്ടാക്കിയ ഒരുപാട് മലയാളികളായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിൽ.
നല്ല രീതിയിൽ ഉണ്ടാക്കിയവരുണ്ട്, പറ്റിച്ചിട്ടുണ്ടാക്കിയ ആളുകളുണ്ട്. ഞാൻ ഖത്തറിൽ പോയ സമയത്ത് ഞാൻ ചെന്ന കമ്പനി പറ്റ കടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി പെട്ട്, നമ്മളും പെട്ടു, അതിൻ്റെ ഉള്ളിൽ പോയി പണിയെടുത്ത എല്ലാവരും പെട്ടു. ആളുകളൊക്കെ ഇപ്പോൾ ജയിലിലും കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. വിജയകുമാർ എന്തായാലും അഗ്രഗണ്യനാണ്. കാരണം ആ ഒരു എക്സ്പയർ അയാൾ ഒരു സാധനത്തിന്റെ പെട്ടി പോലും ആളെ തുറന്നു നോക്കാൻ പോലും സമയം കൊടുക്കാതെ പറ്റിച്ചിട്ട് വെടുപ്പാക്കി പോയി. വർഗീസ് അത് കയ്യിലുമാക്കി, വർഗീസിന് പണിയും കിട്ടി, ജയിലിലും കിടന്നു. എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല പോലും. എന്തായാലും കൊള്ളാം. വിജയകുമാറിന്റെയും അതേപോലെ തന്നെ ഭാര്യ മീരയുടെയും മകന്റെയും ഒക്കെ മരണം വലിയ ദുരൂഹത നിറഞ്ഞതാണ്. അത് CBI അന്വേഷിക്കുകയും അത് എങ്ങനെയെങ്കിലും കണ്ടെത്തുകയും ആസാമിൽ നിന്ന് വന്ന് പണിയെടുത്തിരുന്ന ആ ഒരു മനുഷ്യനാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു കാര്യം തെളിയിക്കുകയും വേണം. അതുവരെ നമ്മൾ ഇങ്ങനെയുള്ള പൊറോട്ട് നാടകങ്ങൾ കേൾക്കണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത്രയും ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ, അത് സൗദി അറേബ്യയിൽ ഇല്ലീഗലായിട്ട് സ്മഗ്ലിംഗ് അടക്കം നടത്തിയിട്ടൊക്കെയാണ് ആൾ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കണ്ടെത്തേണ്ടത് നമ്മൾ സർക്കാരാണ്, അല്ലെ? അപ്പൊ അവിടെ നിന്ന് 80 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു, അത് ഏത് രീതിയിൽ എത്തി, ഇനി ഇയാളുടെ പണമിടപാട് ഏത് രീതിയിലാണെന്നൊക്കെ ഗവൺമെന്റ് ആണ് കണ്ടെത്തേണ്ടത്. അത് അവർ കണ്ടെത്തുന്നു വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വിജയകുമാറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവാതെ ഒരു സമാധാനവും ഇല്ല. അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസിന് വേണ്ടിയാണ് നിങ്ങളും കാത്തിരിക്കുന്നത്, ഞാനും കാത്തിരിക്കുന്നത്. വീണ്ടും പരപതി വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.